ഡിസംബർ 10 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ കാർപ്പോഫോറസ്, വിശുദ്ധ അബൂന്തിയൂസ്, ബ്രേഷ്യയിലെ വിശുദ്ധ ദേവൂസുഡേഡിത്, വിശുദ്ധ എവുലാലിയ, കരാച്ചഡോയിലെ വിശുദ്ധ ഫ്ലോറൻസിയൂസ്, വിശുദ്ധ ജമല്യൂസ്, ഗ്രിഗറി തൃതീയൻ പാപ്പ, വിശുദ്ധ ഗുത്തുമാരൂസ്. വിശുദ്ധ എവുലാലിയ 291-304 കാലഘട്ടത്തിലാണ് വിശുദ്ധ എവുലാലിയ ജീവിച്ചിരുന്നത്. ഡയോക്ലീഷ്യന്റെയും മാക്സിമിയന്റെയും മതപീഡന കാലത്ത് സ്പെയിനിൽ മെരീദ എന്ന നഗരത്തിൽ ഒരു പ്രഭു കുടുംബത്തിൽ എവുലാലിയ ജനിച്ചു. ഭക്തരായ മാതാപിതാക്കന്മാരുടെ പ്രചോദനത്തിൽ ബാല്യകാലത്ത് തന്നെ ഒരു കന്യകയായി ജീവിക്കാൻ അവൾ പ്രതിജ്ഞ ചെയ്തു. എവുലാലിയയ്ക്ക് 12 വയസ്സുള്ളപ്പോഴാണ് മതപീഡന വിളംബരം മെരീദായിൽ പ്രസിദ്ധം ചെയ്തതും അത് നടപ്പിലാക്കാൻ റോമൻ ഗവർണർ കൽപൂർണിയൂസ് വന്നു ചേർന്നതും. ആപത്ത് ശങ്കയാൽ എവുലാലിയയുടെ കുടുംബാംഗങ്ങൾ ഒരു ഗ്രാമത്തിലേക്ക് മാറി താമസിച്ചു. അങ്ങനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലായിരുന്നുവെങ്കിലും രക്തസാക്ഷിത്വത്തിനുള്ള താല്പര്യത്താൽ പ്രേരിതയായി എവുലാലിയ തനിക്ക് നൽകിയിരുന്ന സഖി ജൂലിയായോടുകൂടി ഒരു രാത്രി മെരീദായിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ വെളിച്ചമോ മാർഗദർശിയോ ഉണ്ടായിരുന്നില്ല. രാവിലെ കൽപൂർണിയൂസിന്റെ അടുക്കലെത്തി. വിഗ്രഹാരാധന നിലനിർത്താൻ ക്രിസ്ത്യാനികളെ മർദ്ദിക്കുന്നതിനുള്ള ദുഷ്ടത അവൾ ചൂണ്ടിക്കാണിച്ചു. അവളുടെ ധൈര്യം കണ്ട് ആശ്ചര്യഭരിതനായ പ്രീഫെക്ട് ചോദിച്ചു, "നീ ആരാണ്?" "ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം അങ്ങയുടെ പ്രവൃത്തിയോട് ഭയങ്കര വെറുപ്പ് എന്നിൽ ഉളവാക്കിയിരുന്നു" എന്നവൾ ശങ്ക കൂടാതെ മറുപടി പറഞ്ഞു. "കുഞ്ഞെ, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിനക്കറിയാമോ?" ഗവർണർ ചോദിച്ചു. അവൾ ഒട്ടും കൂസാതെ തന്നെ മറുപടി പറഞ്ഞു, "ഗവർണറോട്." പല വാഗ്ദാനങ്ങൾ നൽകി അവളെ വശീകരിക്കാൻ കൽപൂർണിയൂസ് ശ്രമിച്ചുവെങ്കിലും അവൾ ഉറച്ചു തന്നെ നിന്നു. ജഡ്ജ് അവളെ മർദ്ദിക്കാൻ ആജ്ഞാപിച്ചു. മർദ്ദകർ അവളെ ഈയക്കട്ടയുള്ള ചമ്മട്ടി കൊണ്ടടിച്ച് വ്രണിതയാക്കി. അനന്തരം മുറിവുകളിൽ തിളച്ച എണ്ണ ഒഴിച്ചു. കത്തുന്ന പന്തങ്ങൾ ദേഹത്തിലും മാറിലും വെച്ചു. എല്ലാം നന്ദിപൂർവ്വം സഹിച്ചു. ഇത് കണ്ട് ക്രുദ്ധനായ ഗവർണർ അവളുടെ മാംസം ഇരുമ്പ് കൊളുത്തുകൊണ്ട് കീറിയെടുത്ത് എല്ലുകൾ നഗ്നമാക്കാൻ ആജ്ഞാപിച്ചു. എവുലാലിയ ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, "ഈ വ്രണങ്ങൾ എന്നെ അങ്ങയുടെ മണവാട്ടിയാക്കാൻ യോഗ്യമാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ അതിന് യോഗ്യനാക്കണമേ." പീഡനത്തിനിടയിൽ ഗവർണർ ചോദിച്ചു, "അപ്പോൾ നിങ്ങൾ വിളിച്ച നിങ്ങളുടെ ദൈവം എവിടെ?" "കർത്താവ് തന്റെ അരികിലുണ്ടെന്ന് മറുപടി പറഞ്ഞു." എന്നാൽ ഗവർണർക്കത് കാണാൻ കഴിഞ്ഞില്ല. "ഇതാ, ദൈവം എന്നെ സഹായിക്കുന്നു. കർത്താവ് എൻ്റെ ആത്മാവിൻ്റെ സംരക്ഷകനാണ്." സങ്കീർത്തനം 53:4 അവൾ ഉരുവിട്ടിരുന്നു. ആ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരുന്ന പ്രുദൻസിയൂസ് എവുലാലിയയുടെ രക്തസാക്ഷിത്വ ചരിത്രം കവിതയിൽ വർണ്ണിച്ചിട്ടുണ്ട്. പ്രസ്തുത കവിതയിൽ മർദ്ദകർ പിന്നീട് അവളുടെ ചുറ്റും തീ കൂട്ടുകയാണ് ചെയ്തതെന്നാണ് വിവരിക്കുന്നത്. ഉടനെ തലമുടി കത്തി അവസാനിച്ചു, അവൾ മരിച്ചു എന്നും അതിനകത്ത് എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ അവളുടെ ശരീരം മരത്തിൽ തൂക്കിയിട്ടു എന്നും പറയപ്പെടുന്നുണ്ട്. രക്തസാക്ഷികളുടെ മാതാപിതാക്കൾ വന്ന് അവളുടെ തൂങ്ങിക്കിടക്കുന്ന ശരീരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കരഞ്ഞു. എന്നാൽ തങ്ങളുടെ മകൾ വിശുദ്ധരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുമെന്നതിൽ അവർ സന്തോഷിച്ചു. അവർ വിശുദ്ധ എവുലാലിയെ മരത്തിൽ നിന്നെടുത്തപ്പോൾ ഫെലിക്സ് എന്ന പേരുള്ള ഒരു ക്രിസ്ത്യാനി സന്തോഷാശ്രുക്കളോട് പറഞ്ഞു, "ലേഡി യൂലാലിയ രക്തസാക്ഷിയുടെ കിരീടം നേടുന്നു. ഞങ്ങളിൽ ആദ്യമായി നിങ്ങളാണ് അതിന് തിരഞ്ഞെടുക്കപ്പെട്ടത്." അപ്പോൾ തന്നെ ഫെലിക്സിനെ രക്തസാക്ഷിയാക്കി മാറ്റിയെന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ എവുലാലിയുടെ മരണസമയത്ത് ഒരു പ്രാവ് അവളുടെ അധരങ്ങളിൽ നിന്ന് പറന്നു പോകുന്നത് അവിടെയുള്ള ജനങ്ങൾ കണ്ടുവെന്നും പറയപ്പെടുന്നുണ്ട്. 13 വയസ്സുള്ള കുട്ടിയുടെ ധീരമായ ഈ സഹനം നമുക്ക് എപ്പോഴും ഒരു വെല്ലുവിളി തന്നെയാണ്. ഇന്നേ ദിവസം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് ധ്യാനിക്കാം. "ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട. മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാകാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ." വിശുദ്ധ എവുലാലിയെ ക്രൂരമായ പീഡനമേറ്റപ്പോഴും ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകണം എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി മരണം കൈവരിച്ച വിശുദ്ധയെ, ഈ ലോകത്തുള്ള എല്ലാ മിഷണറി പ്രവർത്തകർക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.